നമസ്കാരം. തന്റെ ശത്രുക്കൾക്ക് തൊട്ടടുത്ത് ചെന്ന് സ്വയം രക്ഷാകവചം തീർക്കാൻ ശ്രമിച്ച് ഒടുവിൽ അതിൽ തന്നെ കുരുങ്ങി ഇരുട്ടടിയായി പണി വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നിലവിലെ കാര്യങ്ങൾ. ഒരു കാലത്ത് പശ്ചിമേഷ്യയിലെ ഏറ്റവും അജേയമായ സൈനിക ശക്തി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഇസ്രയേൽ ഇന്ന് സ്വന്തം സുരക്ഷയ്ക്കായി അയൽ രാജ്യങ്ങളുടെ മരുഭൂമികൾ ഒളിത്താവളങ്ങൾ തീർക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ്. ഇറാനെതിരെ യുദ്ധം ശക്തമാക്കാൻ ഇറാഖിൽ രഹസ്യ സൈനിക താവളം സ്ഥാപിച്ച ഇസ്രയേൽ നടപടി യഥാർത്ഥത്തിൽ സ്വന്തം നാശത്തിനുള്ള വഴിമരുന്നിടൽ കൂടിയായിരുന്നു. കാരണം ഇറാഖ് എന്ന മണ്ണ് ഇന്ന് വെറുമൊരു ഭൗമ പ്രദേശം മാത്രമല്ല, അത് ഇറാനുമായി ആശയപരമായും സൈനികപരമായും അങ്ങേയറ്റം അടുത്ത ബന്ധമുള്ള ആയുധ സംഘങ്ങളും പ്രതിരോധ ശൃംഖലകളും ശക്തമായി നിലനിൽക്കുന്ന മേഖല കൂടിയാണ്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്ത അതേ മണ്ണ് തന്നെയാണ് നാളെ അവർക്കെതിരെയും ഏറ്റവും അപകടകരമായ പ്രത്യാക്രമണ വേദിയായി മാറാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശത്രുവിന്റെ കോട്ടവാതിൽക്കൽ ചെന്ന് താവളം അടിക്കുന്നതിലൂടെ ഇസ്രായേൽ വലിയൊരു കെണിയിലേക്കാണ് സ്വയം നടന്നു കയറിയത്. ഇറാന്റെ സ്വാധീന വലയത്തിൽ നിന്നുകൊണ്ട് ഇറാനെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ അത് തിരിച്ചടിക്കാനുള്ള സുവർണ അവസരമായി ഇറാൻ അനുകൂല ശക്തികൾ മാറ്റിയേക്കാം. വരാനിരിക്കുന്ന യുദ്ധമുഖങ്ങളിൽ ഈ തന്ത്രപരമായ പാളിച്ച ഇസ്രയേലിന് വലിയ വില നൽകേണ്ടി വരും എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെബ്രുവരി 28-ന് ഇറാനെതിരായി അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അനധികൃത ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത്. അമേരിക്കയുടെ പൂർണ്ണ അറിവോടെയായിരുന്നു ഈ നീക്കമെന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട്. ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് പിന്തുണ നൽകുക, തകർന്നു വീഴുന്ന പൈലറ്റുമാരെ രക്ഷപ്പെടുത്തുക, നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ നിർണായക ദൗത്യങ്ങൾക്കായിരുന്നു ഈ കേന്ദ്രം ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സുരക്ഷാ വലയം നിർമ്മിക്കാനുള്ള ശ്രമവുമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇറാഖിൽ താവളം തീർത്ത ഇസ്രയേൽ യഥാർത്ഥത്തിൽ ശത്രുവിന്റെ വാതിൽക്കൽ തന്നെ സ്വയം സൈനിക സാന്നിധ്യം തുറന്നു കാട്ടുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ സ്വന്തം കുഴി തന്നെ താനെ കുഴിച്ചു എന്നതാണ്. കാരണം ഒരു രഹസ്യ താവളം ഒരിക്കലും പുറത്തായാൽ അത് വെറും ഒരു സൈനിക കേന്ദ്രമല്ല, പ്രത്യാക്രമണങ്ങളിലെ ലക്ഷ്യബിന്ദുവായി മാറും. ഇറാനോ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളോ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇറാഖിനുള്ളിലുള്ള ഇത്തരം താവളങ്ങളെ ലക്ഷ്യമിടാൻ അതിവേഗം കഴിയും. അതിനു പുറമെ ഇറാഖിലെ പ്രാദേശിക ശൃംഖലകളും മിലീഷ്യകളും ഈ പ്രദേശങ്ങളെ കുറിച്ച് വളരെ കൂടുതൽ അറിവുള്ളവരാണ്. മരുഭൂമിയിൽ ഒളിച്ചിരുന്നാലും അത് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാജി നടത്തിയ പ്രസ്താവനകൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നയതന്ത്രത്തിന് പകരം അമേരിക്ക സൈനിക സാഹസികതയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വിമർശനം വെറും രാഷ്ട്രീയ പ്രതികരണമല്ല, മറിച്ചൊരു മുന്നറിയിപ്പ് കൂടിയാണ്. 2024-നെ അപേക്ഷിച്ച് 120% കൂടുതൽ ശക്തമായ മിസൈൽ ശേഖരവും ലോഞ്ചർ സംവിധാനങ്ങളും ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ഇസ്രയേലും അമേരിക്കയും യുദ്ധം വ്യാപിപ്പിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പത്തേക്കാൾ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലും സ്ഥിതി അതീവ സംഘർഷഭരിതമാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന ധമനി എന്നറിയപ്പെടുന്ന ഈ സമുദ്രമാർഗത്തിൽ ഇറാൻ നിയന്ത്രണം ശക്തമാക്കിയതോടെ അമേരിക്കയും വലിയ നാവിക സാന്നിധ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്, ദേശീയ പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാമെന്നാണ്. ഇസ്രായേൽ ഇറാഖിനുള്ളിൽ രഹസ്യ താവളം സ്ഥാപിച്ചു എന്ന റിപ്പോർട്ടുകൾ ഈ വാദത്തിന് കൂടുതൽ ശക്തി നൽകുന്നുണ്ട്. എന്തായാലും ഇതിനൊപ്പം തന്നെ മറ്റൊരു വലിയ ഭീഷണിയും ഉയരുന്നുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും പാശ്ചാത്യ താൽപര്യങ്ങൾക്കും നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയ ചരിത്രമുണ്ട്.